തുർക്കിയിലെ അങ്കാറയിൽ വെച്ച് നേറ്റോ ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി സഖ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഈ മീറ്റിംഗിന് തൊട്ടു മുൻപ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്താണ് എന്നറിയാമോ? ഒന്നുകിൽ പ്രതിരോധ ബജറ്റ് കൂട്ടുക, അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളുക. വെറുമൊരു ഭീഷണിയല്ല ഇത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് അമേരിക്കൻ സൈന്യത്തെ വിട്ടു നൽകണമെങ്കിൽ തങ്ങളുടെ GDP-യുടെ 5% പ്രതിരോധത്തിനായിട്ട് മാറ്റിവെക്കണമെന്നാണ് ട്രംപിന്റെ പുതിയ ആവശ്യം, അല്ലെങ്കിൽ വാശിയെന്നും പറയാം. പണം മാത്രമല്ല, എനിക്ക് നിങ്ങളുടെ പൂർണ്ണമായ ലോയൽറ്റിയും വേണമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താണ് അങ്കാറ നേറ്റോ ഉച്ചകോടിയിൽ സംഭവിക്കാൻ പോകുന്നത്? ട്രംപിന്റെ ഈ ഒരു കടുംപിടുത്തം നേറ്റോ സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമോ? നോക്കാം. കാര്യങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ വർഷം നെതർലാൻഡ്സിലെ ഹേഗിൽ നടന്ന നേറ്റോ ഉച്ചകോടിയിൽ ട്രംപിന്റെ കടുത്ത പ്രഷറിനെ തുടർന്ന് 2035ഓടെ നേറ്റോ അംഗരാജ്യങ്ങൾ തങ്ങളുടെ ആകെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ GDP-യുടെ 5%, ഈ 5% എന്ന് പറയുമ്പോൾ 3.5% ഹാർഡ് ഡിഫൻസും 1.5% സെക്യൂരിറ്റി സ്പെൻഡിങ്ങുമാണ്. അപ്പോൾ ഈ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ GDP 5% ഉയർത്താമെന്ന് സമ്മതിച്ചിരുന്നു. എന്നാൽ ഈ വരുന്ന അങ്കാറ ഉച്ചകോടിക്ക് തൊട്ടു മുൻപ് ട്രംപ് കളി മാറ്റിപ്പിടിച്ചു. വെറും വാഗ്ദാനങ്ങൾ പോരാ, അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. ഇല്ലെങ്കിൽ യൂറോപ്പിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ സൈന്യത്തെ തിരികെ വിളിക്കുമെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സെറ്റ് ഇതിനോടകം തന്നെ യൂറോപ്പിലെ US സൈനികരുടെ എണ്ണം പുനഃപരിശോധിക്കാൻ, അതായത് ട്രൂപ്പ് റിവ്യൂവിന് ഉത്തരവിട്ട് കഴിഞ്ഞു. ഈ തർക്കങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം ലോക മാധ്യമങ്ങളെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് നേറ്റോ ചീഫ് മാർക്ക് റൂട്ടെ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപുമായിട്ട് നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. ട്രംപിന്റെ ദേഷ്യം തണുപ്പിക്കാൻ റൂട്ടെ പ്രയോഗിച്ചത് ഒരു പുകഴ്ത്തൽ തന്ത്രമായിരുന്നു എന്ന് പറയണം. യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധത്തിനായിട്ട് ചിലവഴിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ ചാർട്ടുകളുമായിട്ടാണ് റൂട്ടെ ട്രംപിന്റെ മുന്നിലെത്തിയത്. കേവലം കടലാസ് ചാർട്ടുകളായിരുന്നില്ല അത്. ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ ദി ട്രംപ് ട്രില്യൺ എന്ന് തിളങ്ങുന്ന സ്വർണ്ണ അക്ഷരങ്ങളിൽ എഴുതിയ വമ്പൻ ചാർട്ടാണ് റൂട്ടെ ട്രംപിന് നേരെ ഉയർത്തിക്കാട്ടിയത്. ട്രംപിന്റെ ഭീഷണി കാരണം യൂറോപ്യൻ സഖ്യകക്ഷികൾ $1.2 ട്രില്യൺ അധികമായിട്ട് സൈന്യത്തിനായിട്ട് ചിലവഴിച്ചുവെന്നും അത് അമേരിക്കയിൽ 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും സമർത്ഥിച്ച് ട്രംപിനെ മെരുക്കാനായിരുന്നു നേറ്റോ തലവന്റെ ആ ഒരു കിണഞ്ഞ ശ്രമം എന്ന് പറയണം. പക്ഷേ ട്രംപ് കുലുങ്ങിയില്ല സുഹൃത്തുക്കളെ. ട്രംപ് പറഞ്ഞത് എന്താണെന്നോ? ഞങ്ങൾക്ക് അവരുടെ പണമൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് കൃത്യമായ ലോയൽറ്റി അഥവാ വിശ്വസ്തതയാണ്. ട്രംപിന്റെ ഈ ദേഷ്യത്തിന് പിന്നിൽ മറ്റൊരു വലിയ കാരണമുണ്ട്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സൈനിക നീക്കങ്ങളിൽ പല നേറ്റോ രാജ്യങ്ങളും അമേരിക്കയെ പിന്തുണച്ചില്ല എന്നുള്ളതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ആപത്തിൽ കൂടെ നിൽക്കാത്തവരെ ഞങ്ങൾ എന്തിന് സംരക്ഷിക്കണം? ഇതാണ് ട്രംപിന്റെ പച്ചയായ ചോദ്യം. നേറ്റോ രാജ്യങ്ങളെ ഒതുക്കാൻ ട്രംപ് ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് നയമാണ് ഇപ്പോൾ പയറ്റുന്നത്. ജിയോപൊളിറ്റിക്സിൽ ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അവാർഡും ശിക്ഷയും ഒരേ സമയം നൽകുന്ന ഒരു നയം. അതായത് നല്ല കുട്ടിയായിട്ട് അനുസരിച്ച് നിന്നാൽ ഒരു ക്യാരറ്റ് തരും, അതായത് വമ്പൻ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളുമാണ്. നേരെ മറിച്ച് അനുസരിക്കാതെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വടി കൊണ്ട് നല്ല തല്ല് കിട്ടും, അതായത് കടുത്ത ശിക്ഷാ നടപടികൾ. അപ്പോൾ ഈ ഒരു നയം ഇങ്ങനെയാണ്. ട്രംപ് പറയുന്നത് കേട്ട് പെട്ടെന്ന് തന്നെ ഡിഫൻസ് ബജറ്റ് കൂട്ടുന്ന രാജ്യങ്ങൾക്ക് അമേരിക്കൻ ആയുധങ്ങൾ പ്രയോറിറ്റി നോക്കി വാങ്ങാനുള്ള അനുമതി നൽകും. ഒപ്പം ട്രംപുമായിട്ട് നേരിട്ടുള്ള VIP മീറ്റിംഗുകളും ലഭിക്കും. എന്നാൽ ഇതിന് തയ്യാറാകാത്ത രാജ്യങ്ങൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാകും ഉണ്ടാകുന്നത്. അവരുടെ രാജ്യങ്ങളിൽ നിന്ന് US സൈന്യത്തെ പൂർണ്ണമായിട്ട് പിൻവലിക്കുക മാത്രമല്ല, നേറ്റോയുടെ ആർട്ടിക്കിൾ 5 പ്രകാരമുള്ള കളക്റ്റീവ് സെക്യൂരിറ്റി ഗ്യാരണ്ടി ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് നൽകില്ല എന്നും ട്രംപ് പരോക്ഷമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നേറ്റോ രാജ്യങ്ങളെ ട്രംപ് ഗുഡ് ബോയ്സ് ബാഡ് ബോയ്സ് എന്നിങ്ങനെ 2 തട്ടിലാക്കുകയാണ്. ഇത്തവണ ഉച്ചകോടി നടക്കുന്നത് തുർക്കിയിലെ അങ്കാറയിലാണ് എന്നത് ഈ മീറ്റിംഗിന്റെ പ്രാധാന്യം ഇരട്ടിയാക്കുന്നുണ്ട്. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനുമായിട്ട് ട്രംപിന് പ്രത്യേകമായ ഒരു കെമിസ്ട്രി തന്നെയുണ്ട്. ട്രംപ് തന്നെ പറഞ്ഞത് ഈ മീറ്റിംഗ് തുർക്കിയിൽ അല്ലായിരുന്നുവെങ്കിൽ താൻ ചിലപ്പോൾ അതിൽ പങ്കെടുക്കുക പോലും ഇല്ലായിരുന്നു എന്നാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ലാത്ത എർദോഗാനെ ഒപ്പം നിർത്തി യൂറോപ്യൻ യൂണിയനിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങളായ ജർമ്മനി, ഫ്രാൻസ് എന്നിവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായിട്ടും ട്രംപ് അങ്കാറയിൽ വെച്ച് പ്രത്യേക ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇനി യഥാർത്ഥത്തിൽ ഈ നേറ്റോ തർക്കം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ആരെയായിരിക്കും? സംശയം വേണ്ട, അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിന്റെ കാവൽക്കാരായിട്ട് അമേരിക്ക നിൽക്കുന്നത് കൊണ്ടാണ് റഷ്യയ്ക്ക് യൂറോപ്പിലേക്ക് വികസിക്കാൻ സാധിക്കാത്തത്. ലോയൽറ്റി ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും ട്രംപ് വേർതിരിക്കുമ്പോൾ നേറ്റോയ്ക്കുള്ളിൽ ഗ്രൂപ്പിസം ഉണ്ടാവുകയാണ്. നേറ്റോ വിഘടിച്ച് നിൽക്കുന്നത് എപ്പോഴും റഷ്യയ്ക്ക് അനുകൂലമാണ്. ചുരുക്കത്തിൽ നേറ്റോയെ തകർക്കാൻ റഷ്യ കോടിക്കണക്കിന് ഡോളർ ചെലവാക്കിയ ഒരു യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ട്രംപിന്റെ ഒരൊറ്റ പ്രസ്താവനയും അതിനെ ചൊല്ലിയുള്ള ആഭ്യന്തര തർക്കങ്ങളും മാത്രം മതി നേറ്റോ ദുർബലമാകാനായിട്ട്. അതുകൊണ്ടാണ് പുടിൻ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. നേറ്റോ രാജ്യങ്ങൾ തമ്മിൽ പണത്തിന്റെ പേരിൽ ഇങ്ങനെ തല്ലുകൂടുന്നത് സഖ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുമെന്ന് മുൻ നേറ്റോ മേധാവി സ്റ്റോൾട്ടൻബർഗ് ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
അമേരിക്കൻ പ്രസിഡന്റ് തന്നെ തങ്ങളുടെ സുരക്ഷാ കരാറുകളെ തള്ളിപ്പറഞ്ഞാൽ നേറ്റോ എന്ന സഖ്യത്തിന് പിന്നെ എന്ത് വിലയാണുള്ളത് എന്നാണ് യൂറോപ്യൻ നയതന്ത്രജ്ഞർ ചോദിക്കുന്നത്. ഒരു വശത്ത് റഷ്യൻ ഭീഷണി ശക്തമായി നിൽക്കുമ്പോൾ മറുവശത്ത് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി യൂറോപ്പിനെ ശരിക്കും ഒരു കത്രികപ്പൂട്ടിലാക്കിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര നയതന്ത്രത്തെ വെറും ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോലെ കാണുന്ന ട്രംപിന്റെ ശൈലി നേറ്റോയുടെ അടിത്തറ ഇളക്കുമോ അതോ യൂറോപ്യൻ രാജ്യങ്ങളെ കൂടുതൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുമോ എന്ന് നമ്മൾ കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.